ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പരമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിക്കൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായാണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ഇവിടെ അടുത്തല്ലേ? ചേട്ടാ ടിക്കറ്റ്സ് പറ. ടിക്കറ്റ് എന്താണോ എന്നോട് ചോദിക്കണം. എടാ സ്ഥലത്തിന്റെ പേരെന്താടാ? എവിടെയാണ്? വളവ് കഴിഞ്ഞിട്ട് ഇറക്കം ഒരുപാട് സ്ഥലത്തുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാലേ സ്ഥലം മനസ്സിലാവുള്ളൂ. എന്റെ നാക്കിന്റെ തുമ്പത്തിരി തൊപ്പിക്കളാ. അതിന്റെ പേര് എന്നാന്ന്? എന്താണോ ഒരു സ്ഥലം ഉണ്ടല്ലോടാ അവിടെ. സ്ഥലം ഒരുപാടുണ്ട്. ചേട്ടൻ ഇറങ്ങേണ്ട സ്ഥലം പറ. സ്ഥലത്തിന്റെ പേര് വളവ് കഴിഞ്ഞിട്ട് ഇറക്കത്തില്ല. വളവൊക്കെ ഒരുപാടുണ്ടെന്ന്. ചേട്ടന് ആലോചിക്കും. ടിക്കറ്റ്സ് പറഞ്ഞേ. സ്കൂൾ പിള്ളേരൊക്കെ കൈയൊക്കെ അകത്തിട്ട്. ഇവിടെ എടുത്താ. എവിടെ പോണ ചേച്ചി? നാത്തൂന്റെ നെത്തിന്റെ വെച്ചിട്ട് നൂലെട്ടിന് പോവാ. അയ്യോ, നിങ്ങൾ നൂല് കെട്ടിനോ കല്യാണത്തിനോ അടിയന്തരത്തിനോ എവിടെ വേണേലും പൊക്കോ. ഏത് സ്ഥലത്താ പോകണ്ടെന്ന് പറഞ്ഞാൽ അവിടെയല്ലേ വണ്ടി നിർത്തി തരാൻ പറ്റുള്ളൂ. അങ്ങനെ പറ. കാഞ്ഞിരമറ്റം. അവിടെ പാഴൂരാ. രണ്ട് മേവള്ളൂര്. ചേട്ടാ സ്ഥലം ഓർമ്മ എന്താണോ അതിന്റെ പേര്? ഓർമ്മയില്ലെങ്കിൽ സ്വന്തം ഭാര്യനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇത് നേരത്തെ പറയാൻ പാടില്ല ഈ ഐഡിയ. ചോദിക്ക് വേഗാവട്ടെ. അവരുടെ നമ്പർ എന്താണോ? സ്വന്തം ഭാര്യയുടെ നമ്പർ അറിയാൻ പാടില്ല. 9 ഭാര്യയുടെ പേരറിയാമെങ്കിൽ രാജപ്പനോട് ചോദിക്കാം. നമ്പർ ഞാൻ ചോദിക്കട്ടെ. അപ്പോളോ ജംഗ്ഷനാണോ? അല്ലല്ല. പാലച്ചൂടാ? അല്ലല്ല. ആശുപത്രി മുക്ക? അല്ലല്ല. കാക്കൂര? കാക്കൂരാണ്. എന്റെ പൊന്നിയേട്ടാ, കാക്കൂര് കഴിഞ്ഞിട്ട് 12 കിലോമീറ്റർ കഴിഞ്ഞാ നേരത്തെ പറയാൻ പറ്റില്ല. ചേട്ടാ ടിക്കറ്റ് എടുത്തിട്ടില്ല. കാക്കൂര് കഴിഞ്ഞ പിന്നെ ടിക്കറ്റ് എടുക്കുന്നതിനാണ്. അങ്ങോട്ട് ഉള്ള ടിക്കറ്റ് വണ്ടി എടുത്ത് ഇതൊക്കെ ഏതാടാ? ഇനി ആരെങ്കിലും ഉണ്ടാ കാക്കൂര് ഇറങ്ങാൻ? എന്തൊക്കെ കാണണം. ടിക്കറ്റ്സ് പറ. സ്കൂൾ പിള്ളേരൊക്കെ കേറുന്നേ. ഇവിടെ ശാന്തകുമാരി ചേച്ചിയേ. ഒരു തൊണ്ടലങ്ങാട്. എനിക്കറിയാം. ചേച്ചി ആ ഇട്ടിമാഷിന്റെ വീടിന്റെ പുറയിലല്ലേ താമസിക്കണേ? മറ്റേ നീല പെയിന്റ് അടിച്ച വീട്. അതെ. അവിടെ വെള്ളിക്കാട്ട് ഡോബർമാൻ പട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. മറ്റേ മുമ്പിൽ നിന്ന വെള്ളിക്കോട്ട മാവൊക്കെ വെട്ടിയ ചേച്ചി? വെട്ടിയല്ലോ. നല്ല മാമ്പഴമായിരുന്നു. ഇളയമോൻ ഗൾഫിലല്ലേ? അതെ. പിന്നെ ഉള്ളത് മോള് അല്ലേ? എന്റെ മൂത്ത മോള് മായയെ കുറിച്ചാണല്ലോ അന്വേഷിച്ചത്. അവളിപ്പോ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? കല്യാണമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ അങ്ങ് സെറ്റിൽഡ് ആയി. അതാണ് അപ്പൊ ബസ്സിൽ കാണാത്തത്. അതെ. ഇളയ മോളാ? അവളും ബാംഗ്ലൂരാ. എവിടെ പോണെന്ന് പറഞ്ഞ? തൊണ്ടിലങ്ങാടിയാന്ന്. അത് തൊണ്ടിലങ്ങാടി അല്ല, തിണ്ടിലങ്ങാടിയാണ്. എല്ലാത്തിനും അങ്ങനെ കെട്ടിച്ചു വിട്ടോട്ടാ. ഈ പെൺമക്കളേക്ക് നേരത്തെ കെട്ടിച്ചു വിടണോ? ഗെയിം കളിച്ച ഗെയിം ഉണ്ട്. പിന്നെ ഗെയിം ഉണ്ട്. സാംസങ് ഗാലക്സി പുതിയ ഫോൺ മേടിച്ച. വാട്സപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, IM ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇതിൽ കക്കൂസ് ഉണ്ടാ? കക്കൂസ ഇതിലോ? ഇല്ല. നിന്റെ വീട്ടില് കക്കൂസ് ഇല്ലാന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ നിൽക്കണുണ്ടായിരുന്നു. വീട്ടില് കക്കൂസ് ഇല്ല. അവന്റെ ഫോണിൽ വാട്സപ്പ് നിന്റെ അമ്മമ്മയുടെ. എടാ മണിയാ, ഒന്ന് ചവിട്ടി വിടറ. പെൻഷൻ ഓഫീസ് അടച്ചു പോകുന്നു.
അയ്യോ അത് എന്താ സാറേ നോക്കിക്ക്. കണ്ടാവേ കണ്ടാവേ എന്താണ് രണ്ടുപേരും പന്തം കണ്ട പിരിച്ചാടി പെരിച്ചാഴിയല്ല അങ്ങോട്ട് നോക്കിയ തുറപ്പൻ. തോരപ്പൻ ബാസിയാ ഇയാളെ ജയിലിൽ നിന്ന് വിട്ടാ. ചിലപ്പോഴേ കരോളിന് ഇറങ്ങിയതായിരിക്കും. കരോളല്ല പരോള്. ആ കരോളായാലും പരോളായാലും ഇനി മുതലാളിയുടെ തലയ്ക്ക് ഒരു ഓളം കാണത്തില്ല. ഷോ ആശാൻ വണ്ടി എടുക്കാ സാറേ. അയാള് കൈ കാണിക്കുന്നുണ്ട്. നിർത്തണോ? ആശാൻ നിർത്താ സാറേ. അതെ വരുന്നിടത്ത് വെച്ച് കാണാം. കാണൂ അത് മുതലാളി കണ്ടോളൂല്ല. അപ്പ കുഴപ്പമില്ല. ആശാന്റെ ഔട്ടാശാനെ. നമസ്കാരം ചേട്ടാ. വിഷയാവോടാ. വണ്ടി പോട്ടെ. റൈറ്റ്. എടാ രാജപ്പ, ഈ തൊരപ്പം ബാസ് ജയിലിൽ നിന്ന് ഇറങ്ങി വിവരം മുതലാളിനെ എങ്ങനെ അറിയിക്കൂടാ? വിളിച്ചു പറയാൻ നേരത്തെ മുതലാളി ഫോൺ ഉപയോഗിക്കൂല. മുതലാളി ഇന്ന് ബസ്സിലില്ലായിരുന്ന ഭാഗ്യം, ഇല്ലെങ്കിൽ രണ്ടിലൊന്നും നടന്നേനെ. നീ ആരെങ്കിലും വിട്ട് മുതലാളിനോട് എവിടെയെങ്കിലും വിളിക്കാൻ പറ. പുള്ളി വിളിക്കണുണ്ട്. ഇനി മുതലാളിനോടുള്ള വൈരാഗ്യം നമ്മളോട് തീർക്കൂ. കൺട്രാവ് ധൈര്യമായിട്ട് ചെല്ലു. കൺട്രാവേ, നമുക്ക് യൂണിയനൊക്കെ ഉള്ളതല്ലേ. കുത്തി മലത്തിയിട്ട് പിന്നെ യൂണിയൻ ഉണ്ടായിട്ട് എന്താ കാര്യം? യൂണിയൻകാര് നെഞ്ചത്ത് റീത്ത് വെക്കും. എടാ ശശി, ഇങ്ങ് വന്നേ. ഇവിടെ വരാൻ. നിന്റെ മുതലാളി എവിടെ? വർക്കി മുതലാളി. മുതലാളി എവിടാന്നറിയില്ല. 2 ദിവസമായി കളക്ഷൻ എടുക്കാൻ വന്നിട്ട് ദൂരെ എവിടെയോ കല്യാണത്തിന് പോയേക്കുക. ഈ ദൂരെ എന്ന് പറയുന്നത് ഗോകർണത്തോ അതോ ആഫ്രിക്കയിലോ? അല്ല അത് വേണ്ട, എവിടെയാണെങ്കിലും ഞാൻ കണ്ടോളാം. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ ഈ രൂപത്തിലാക്കിയത് അയാളല്ലേ? അത് പോ ചെല്ലേ. എടാ ആകെ പ്രശ്നമാണ്. നമ്മുടെ മുതലാളിയുടെ കാര്യം പോക്കാണ്. എടാ നമ്മുടെ മുതലാളി ഒറ്റ ഒരുത്തരാണ് ഈ പുള്ളിനെ ഇങ്ങനെ ആക്കിയെന്നാണ് പറയണത്. ഇപ്പൊ മുതലാളിനെ കാണണോന്ന്. അതെന്താ അങ്ങനെ പറയണത്? എടാ രാജപ്പ, ഈ തൊരപ്പൻ ഒരുത്തനെ കുത്തിയതിന് നമ്മുടെ മുതലാളി സാക്ഷി പറഞ്ഞിട്ടാണ് തൊരപ്പൻ അകത്ത് പോയത്. നമ്മുടെ മുതലാളിയുടെ ഒരേ ഒരു സാക്ഷി മൊഴിയാണ് തൊരപ്പൻ അകത്താക്കിയത്. അപ്പൊ പിന്നെ മുതലാളിനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കൂ? അതില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഏത് വിധേനയും മുതലാളിനെ നമുക്ക് അവിടുന്ന് മാറ്റണം. അതാണ് ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. മുതലാളി എവിടെ പോയി തപ്പാനാ? അത് പറയാതിരിക്കാനും പറ്റത്തില്ല. അതല്ലേ ഞാൻ അന്നേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. മുതലാളി മുതലാളി ഓടിക്കളയും. ഞങ്ങളൊന്ന് പറയണത് ഞങ്ങളൊന്ന് പറയുന്ന കേക്ക്. നിങ്ങളായിരുന്നു? ഞാനൊന്ന് സീസിക്കാരായിരിക്കുന്നു. പേടിച്ചു പോയല്ലടാ. അതല്ല, പേടിക്കണം. നീ കാര്യം ഒന്നും വെച്ചു പറയടാ. മുതലാളി എവിടെയെങ്കിലും പോയി ഒളിച്ചോ, അതാ നല്ലത്. നീ കാര്യം ഒന്നും വെച്ചു പറ. ആ തൊരപ്പം ബാസ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മുതലാളി ഇത് കേട്ടിട്ട് ഇവിടെ ഇരിക്കണോ? ഒന്ന് എഴുന്നേക്ക് മുതലാളി. എടാ രായപ്പ, നീ ആ പള്ളിയിൽ വിളിച്ച് കുറച്ച് കൊടയും കുറിച്ചും പറയടാ. എന്റെ മുതലാളി ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? പിന്നെ ഈ സമയത്ത് ഞാൻ പടക്കം മേടിച്ച് പൊട്ടിക്കണാ. എന്റെ കർത്താവേ, അവൻ എന്നെ തട്ടു. എടാ സാംകുമാര, രായപ്പ, മണിയ, ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെടാ. എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണോടാ. മുതലാളി ഇത്രയ്ക്ക് പേടിയാണ് പിന്നെ എന്തിനാ സാക്ഷി പറയാൻ പോയത്? എടാ അന്നാ പോലീസുകാരൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ലേടാ. ഈ സാക്ഷി പറഞ്ഞ ഇത്ര വലിയ പ്രശ്നമാണോ? സാക്ഷിക്ക് എന്നാ കൊമ്പുണ്ടോ? കൊമ്പല്ല, ഈ സൈസിലോട്ടൊരു കടാരുണ്ട്. സാക്ഷിക്ക അല്ല ബാസിയുടെ കയ്യിൽ വെറുതെ അതൊന്നും പറഞ്ഞു വെക്കാണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കും. അതെ, അതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. അതെ. ഇനിയിപ്പോ എന്തോ ചെയ്യും? എടാ നിങ്ങൾ ഇങ്ങനെ മാർഗം കളിക്കാർ നടക്കണോട്ട് നടക്കാതെ എന്തെങ്കിലും മാർഗം പറയടാ. മുതലാളി, നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? എടാ മണ്ടത്തരം പറയാതെ. ഈ തൊരപ്പം ബാസിനെ പോലീസുകാർക്ക് ഒരു പേടിയാ. എന്നെ അവൻ കൊല്ലും. ഞാൻ മരിച്ചാ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കൂടാ? ആ മുതലാളി വിഷമിക്കണ്ട.
ഞങ്ങള് വല്ല കിഡ്നിയൊക്കെ വെട്ടി ജീവിച്ചോളാം. അല്ല, നിങ്ങളുടെ കിഡ്നി വിറ്റ നിങ്ങൾ ചത്തുപോയില്ലടാ, പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അയ്യ, ഞങ്ങളുടെ കിഡ്നി അല്ല, പിന്നെ മുതലാളിയുടെ കിഡ്നിയാണ്. തോരപ്പം പാസ് ഏതായാലും മുതലാളിനെ കൊല്ലും. ചത്ത മുതലാളിക്ക് എന്തിനാണ് കിഡ്നി? ഞങ്ങൾ അത് വിറ്റ് ജീവിക്കും. കൺട്രാവി എന്നാ വർത്തമാനേ പറയുന്നത്? അതൊക്കെ മുതലാളി ചത്ത ശേഷമല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാന്നേ. ഞാനൊരു കാര്യം പറയട്ടെ. അവന് കിഡ്നി വേണം, നിനക്കെന്താടാ വേണ്ടത്? അതല്ല മുതലാളി, ഈ തൊരപ്പന്റെ സ്വഭാവം വെച്ച് ഏറിയ 2 ദിവസം നാട്ടിൽ കാണും. അതെന്താടാ? ഒന്നില്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിട്ട് അവൻ ആശുപത്രി പോകും, അല്ലെങ്കിൽ ജയിലിൽ പോകും. അത് ശരിയാ. ഈ 2 ദിവസം നമുക്ക് മുതലാളിനെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എന്തായാലും മുതലാളിയുടെ വീട്ടിൽ വേണ്ട, നമുക്ക് ബസ്സിനകത്ത് ഒളിപ്പിച്ചാലോ? അതിലും ഭേദം ഇങ്ങനെ തുരപ്പം പാസിന് മുമ്പിൽ. അതെ, പറ്റിയൊരു സ്ഥലമുണ്ട്, ഇന്ന് രാത്രി അവിടെ ഒളിക്കാം. എവിടെ? നമ്മുടെ അമ്പലത്തിന്റെ അപ്പുറത്ത് പൊളിഞ്ഞിടക്കുന്ന ഒരു കെട്ടിടമില്ലേ, അവിടെ. അത് കൊള്ളാം. ഇന്ന് രാത്രി അവിടെ. നാളത്തെ കേസ് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. പക്ഷെ അവിടെ വരെ മുതലാളിനെ എങ്ങനെ എത്തിക്കും? ആ ജംഗ്ഷൻ വഴി അല്ലാതെ അങ്ങോട്ട് പോകാൻ വേറെ വഴിയില്ല. ആ ജംഗ്ഷനിലാണെങ്കിൽ തുരപ്പം പാസ് ഉറപ്പായിട്ടുണ്ടോ? വാ, നമുക്ക് നോക്കാം. എടാ, എന്നൊന്ന് എടുത്തോണ്ട് പോവാടാ. എന്റെ മുതലാളി ഇങ്ങനെ പേടിച്ചാലോ? വായങ്ങോട്ട് പോകല്ലേ എന്റെ ചമ്മന്തികളെ. മുതലാളി ചമ്മന്തി ആയിരിക്കാനുള്ള വഴി നോക്ക്. ചാകാ പോകുമ്പോഴാ പേടി. അട്ടി മുതലാളിയുടെ കാലൻ. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? കാലിൽ ഇവിടുന്ന് ഈ വെള്ളം വീഴുന്നു. വെള്ളമല്ല, ഞാൻ മൂത്രമൊഴിച്ചത്. പർദ അത് കണ്ടാ? പർദ കൊള്ളാം. ഭാഗ്യം ആരുമില്ല അവിടെ നിപ്പുണ്ടിട്ടോ. വേഗം നമ്മള് പറയുന്ന കാര്യം ആരും അറിയില്ല കേട്ടോ. എന്താ ചൂട് നോക്കണുണ്ടോ? കണ്ടോ കാലം. വണ്ടി ഉടനെ എടുത്തോണ്ട് പോകണം കേട്ടോ, എനിക്ക് വലിയ പടി കിട്ടും. ഇതിലും വലിയ പണി എന്തോന്നു? രക്ഷപ്പെട്ട് വേം വിട്ടോ. തീപ്പെട്ടി ഉണ്ടോടാ കയ്യില്? തീപ്പെട്ടി ഇല്ല, വീടിയുണ്ട്. നിന്റെ മുതലാളി വന്നോടാ? ഇല്ല, മുതലാളി ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അതെ, മാമോദീസക്ക് പോയതാണേ. മാമോദീസക്കോ? കല്യാണത്തിന് പോയെന്നാണോ പറഞ്ഞത്? കല്യാണത്തിനാണ് അവര് പോയത്. ഇനി കൊച്ചിന്റെ മാമോദീസയോട് കഴിഞ്ഞിട്ട് അവര് വരുള്ളൂ. കല്യാണത്തിന്റെ അന്ന് തന്നെ കൊച്ചുണ്ടോടാ? കൊച്ചുണ്ടായിട്ടാണ് അവര് കല്യാണം കഴിച്ചത്. കൊച്ചുണ്ടായ ധൃതിയിൽ അവര് കല്യാണം കഴിക്കാൻ മറന്നുപോയി. പറ്റിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? നിന്റെ മുഖത്തെന്താടാ ഒരു കള്ളലക്ഷണം? എവിടെ? അതും മോഹം കഴുകാൻ ചേട്ടാ. ആണോ? ഇതാരടാ? ഇതെന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ ഉമ്മ കാഞ്ഞിരെ പറ്റത്തുള്ളതാ. മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാ. അല്ലേ ഉമ്മ? അതെ, നമ്മുടെ മൂത്ത മോള് സുഹ്റാന്റെ നിക്കാഹാണ്. നിക്കാഹ് ക്ഷണിക്കാൻ പോണതാ. കർത്താവാണ് സത്യം. കർത്തവാവിന് വിളിക്കുന്നതിന് എന്താ ഉമ്മ കുഴപ്പം? കർത്തവാവും വെളുത്തവാവും നോക്കി നമുക്ക് കല്യാണം വിളിക്കാൻ പറ്റുമോ? എന്റെ മുതലാളി വരുമ്പോ എന്നെ ഒന്ന് കാണണമെന്ന് പറ. അതിനെന്താ, നേരിട്ട് പറഞ്ഞോ? നേരിട്ട് തന്നെ പറഞ്ഞേക്കാം. പക്ഷേ ഒരാഴ്ച, ചിലപ്പോ 1 മാസം വരെ പിടിക്കും. എത്ര നാളായാലും ശരി, അവനെ ഞാൻ കണ്ടിട്ടേ പോകും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ. ഞങ്ങളും വിളിച്ചത് അല്ല, ഞങ്ങൾക്ക് അങ്ങോട്ടാണ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. എന്ത് വിധിയാണ് എന്റെ കർത്താവേ. ദൈവമുണ്ടല്ലേ, ഏതോ അമ്പലത്തിൽ നല്ല പൂരം നടക്കണുണ്ടാ. നല്ല തകിലടി കേൾക്കുന്നുണ്ട്. അത് തകിലടി അല്ലടാ, എന്റെ മുട്ട് തമ്മിൽ കൂട്ടിമുട്ടണ. മുതലാളിയുടെ ഒടുക്കത്തെ പേടി മനുഷ്യൻ കൂടി പേടിപ്പിക്കും. എന്താ ഒരു ശബ്ദം? അതൊരു തുരപ്പൻ ചാടിയതാണ്. തുരപ്പൻ ഇവിടെ വന്ന? അയ്യോ, ആ തുരപ്പൻ പാസിയല്ല, ഒരു തുരപ്പനാണ് ചാടിയതാണ്. അവിടെ ഇരിക്കും. ഞാനാ മുതലാളി, ഞാനാ.
ആരാ മോത്ത് ടോർച്ച് വെച്ചോണ്ട് വിളിക്കണത്. ഞാൻ വരുന്നത് നിങ്ങൾക്ക് എന്നെ കാണണ്ടേ? അതിന് വേണ്ടി വന്നാ. ഈ പുള്ളി ടോർച്ചടിച്ച് ലോകരെ മുഴുവൻ കാണിക്കുമല്ലോ ഈ സ്ഥലം. ഈ പുള്ളിനോട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാന്ന്. നിനക്ക് എന്നാത്തിന് സോക്കേടാ? എന്താണ് ഈ വഴിയൊക്കെ പിന്നെ ഞാൻ വരുമ്പോഴത്തേനും തട്ടി വീഴത്തില്ലേ? അതിനല്ലേ ഈ ടോർച്ച് എടുത്തത്? അല്ല നിനക്ക് തന്നെ എത്ര വലിയ സോക്കേട്? ഞാൻ വല്ലതും പറഞ്ഞേക്കാം, നിന്നെ ശപിക്കും ഞാൻ കേട്ടോ. ശമിക്കണേക്കും ഇയാളുടെ കരണക്കുറ്റി നോക്കിയൊന്ന് ഞാൻ തരും. ആദ്യം ഏതാ ഏക്കണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നിർത്തണ്ട. ഒരാളുടെ കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു വഴക്ക്. ശശി, മുതലാളി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ എന്തുദ്ദേശിച്ചാലും ശരി, തൊരപ്പനൊന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. മുതലാളിയുടെ ഒരു പേടിയേ. മുതലാളിക്ക് വിശക്കണുണ്ടോ മുതലാളി? എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലടാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പ് എനിക്കും ഉണ്ട്. പിന്നെ എനിക്കാണ് വിശപ്പില്ലാത്തത്. വിശന്നിട്ട് എന്റെ കുടല് കരിഞ്ഞിരിക്കുക. എന്നാ നമുക്ക് പോയി പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ചാലോ? ഏയ് വേണ്ട 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 വേണ്ട, നോൺ വെജ് വേണ്ട, വെജിറ്റേറിയൻ. നാളെ എനിക്കൊരു ഹോമമുണ്ട്, ഞാൻ നോമ്പില്ല. അതിന് ഇയാള് വെജിറ്റേറിയൻ കഴിച്ചാവേ ഞങ്ങളുടെ നോൺ വെജ് കയറി നീ എന്തിനാ അങ്ങനെ അഭിപ്രായം പറഞ്ഞ? എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരാളുടെ മരണം കാത്ത് കഴിയുമ്പോഴാ അവരുടെ ഒരു പൊറോട്ട ചില്ലി ചിക്കൻ. ശശി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ലൈറ്റ് ആയിട്ട് വല്ല ബിരിയാണി മേടിച്ച് കഴിച്ചാ ചിക്കൻ ബിരിയാണി കഴിക്കാം. ശശി, അപ്പൊ ഞങ്ങള് തട്ടുകടയിൽ പോയി എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് മുതലാളിക്കുള്ളത് പാഴ്സൽ മേടിച്ചോണ്ട് വരാം. നിങ്ങൾ മൂന്നുപേരും പോയാ ഞാനിവിടെ ഒറ്റക്കല്ലേടാ. ഇതെന്ത് മുതലാളി? മുതലാളിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. ഭയങ്കര പേടിയാ. ഞാൻ ഒറ്റക്ക് പോയി മേടിച്ചിട്ട് വരാം. എന്നാ പോ. അപ്പൊ സംഭവങ്ങൾ മേടിച്ചാൽ മതി. എനിക്ക് തോന്നണ പോലെ ഞാൻ മേടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, അത് ശരിയാവൂല. നമുക്ക് മൂന്നാക്കും കൂടി പോയിട്ട് വരാം. അതാ എന്റെ ശരി. പേടിയാ പേടിയാ. എന്നാ മുതലാളിക്ക് വിശപ്പില്ലെങ്കിൽ 2 ഡബിൾ സൈഡ് ഓംലെറ്റ് മേടിക്കട്ടെ. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാ മതി. എന്ത് മേടിച്ചാലും കൊണ്ടുവന്നാലും ശരി, ഈ ബില്ലും കൂടി ഞങ്ങൾ മറ്റേ ബില്ലിൽ ആഡ് ചെയ്യുവേ. പുര കത്തുമ്പോ തന്നെ വാഴ വെട്ടണല്ലേ? വെട്ടണ്ട വാഴയാണെങ്കിൽ വെട്ടണ്ടേ മുതലാളി? ചെല്ലി ചെല്ലി. താൻ ടോർച്ചായിട്ട് മുമ്പിൽ നടക്ക്. ഇവിടെ നടക്കണം. നീ നടക്ക് പോ. എന്തായാലും എന്റെ എന്റെ കർത്താവേ. അമ്മോ. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. അയ്യോ, ഇത് എടാ കള്ള, നീ ഞങ്ങളെ കണ്ട പോടിയല്ലടാ വിഗ്രഹമോഷ്ടാവ്. ഇവിടെ വാടാ. ഇത് തുറപ്പം ബാസില്ല, ഇവൻ ഇറങ്ങിയ. നീ എന്താണ് ഇവിടെ കറങ്ങി നടക്കണേ? ഒരാളെ കാണാനാ. ഓ എന്റെ പൊന്നു വർക്ക് ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. ചേട്ടൻ കാരണം ഞാൻ നന്നായേ. ചേട്ടൻ എന്ന് സാക്ഷി പറഞ്ഞ് ഞാൻ ജയിലിലായപ്പോഴാ എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോ ഒരു മനുഷ്യനെ പോലെയാ ജീവിക്കുന്നത്. എന്നിലും മൃഗത്തെ ഇല്ലാതാക്കിയത് ചേട്ടനാ. ഇനി എനിക്കൊരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണം. ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. ഇതിനു വേണ്ടിയാ ചേട്ടനെ ഞാൻ അന്വേഷിച്ചു നടന്നത്. പോട്ടെ ചേട്ടാ. ആ പിന്നെ ഈ മോഷണമൊന്നും അത്ര ശരിയല്ല. വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ്, കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം. കൊല്ല കൊല ചെയ്യും പലരുണ്ട്.
ചുറ്റിപ്പായണ ചെങ്ക